അപ്പൊ മുത്തുമണികളെ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക്, ശ്യാമള ലോട്ടസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് വിഷമിച്ചിട്ടുള്ള വീഡിയോ ആയിരുന്നു. അത് കാരണം എനിക്ക് ആ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ കുറച്ച് പ്രയാസമായിരുന്നു. എന്നുവെച്ചാല് ആ കൊച്ചി മരിച്ചതിന്റെ ഇതൊക്കെ ഞാൻ ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേറൊരു സന്തോഷം കൂടി മനസ്സിലുണ്ടായിരുന്നു, എൻ്റെ അമ്മയുടെ പേരിലുള്ള ഒരു താമര ഞാൻ സ്വന്തമാക്കി എന്നുള്ളതിന്റെ. അപ്പൊ അതിന്റെ അപ്ഡേഷൻ ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. അപ്പൊ ഇന്നെന്റെ തോട്ടത്തിൽ വിരിഞ്ഞ കുറച്ച് താമരക്കുട്ടന്മാരെ നമുക്കൊന്ന് കാണാം. ഇപ്പൊ ഞാനിപ്പോ വിരിയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ ലോട്ടസിന്റെ തന്നെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള നല്ല ഒരു ലൈറ്റ് റോസ് കളറ് ഫ്ലവറിലുള്ള അമേരിക്ക മിലിയ എന്നിട്ടുള്ള വെറൈറ്റി ആണ്. അപ്പൊ അതിന്റെ ഫ്ലവറിനെ വിരിച്ചത് നമ്മൾ തുടക്കക്കാരെന്ന നിലയിൽ ആദ്യമായിട്ട് വാങ്ങിച്ചു വെക്കുന്ന താമര എല്ലാവരും ഈ നമ്മുടെ അമേരിക്ക മിലിയ തന്നെ ആയിക്കുള്ളൂ. പിന്നെ ഇപ്പൊ കാണിക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു നമ്മളെ മഞ്ഞ സുന്ദരിന് ലിൻറ്റിൻ ചിനായി എന്നിട്ടുള്ള വെറൈറ്റി ആണ്. എനിക്ക് ആദ്യം നട്ടിട്ട് എനിക്ക് ഇതിന് ഫ്ലവർ ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ അതിന് ശേഷം നട്ടിട്ട് രണ്ടാമത് കിട്ടിയത്. ഇപ്പൊ ഞാൻ വിരിച്ചുകൊണ്ടിരിക്കുന്ന വെറൈറ്റി ഒട്ടുമിക്ക എന്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇല്ല, ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈ വെറൈറ്റി ആയിരുന്നു. നമ്മളെ ശ്വേത പറഞ്ഞിട്ടുള്ള നല്ല സൂപ്പർ മിടുക്കി കുട്ടിയാണ്. ഇതൊരു രക്ഷയില്ലാണ്ട് നന്നായിട്ട് ഫ്ലവർ തന്നെ നല്ല സൂപ്പർ വെറൈറ്റി ആണ്. അപ്പൊ താമര വളർത്താൻ ആഗ്രഹം ഉള്ള ആൾക്കാർ ഇനിയും ട്യൂബറുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരും നമ്മുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുത്തേക്കാം. അപ്പൊ അതില് ഞാൻ എൻ്റെ വാട്സപ്പിൽ ഞാൻ കുറച്ച് കോംബോ ഓഫറുകളൊക്കെ ഇടാറുണ്ട്. ഈ ലോട്ടസിന്റെ ട്യൂബറുകളൊക്കെ നമുക്ക് കുറച്ച് പൈസ കുറഞ്ഞ് കിട്ടുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മുടെ താമരല്ലേ നിറച്ച് ലീഫെല്ലാം കരിഞ്ഞ് അതൊരു മൊസൈക്ക് രോഗം എന്നിട്ടൊരു ലോട്ടസിൽ വരുന്ന ഒരു മഴക്കാലത്തുണ്ട്, അത് ഏറ്റവും കൂടുതൽ വരാറ്. അപ്പൊ ആ ലീഫുകളൊക്കെ കേടായതൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്ത് കളയാണ്. നമ്മുടെ കയ്യിൽ ലക്ഷ്മി എന്നിട്ടുള്ള വെറൈറ്റിയുടെ ട്യൂബറുണ്ട്, തമോ എന്നിട്ടുള്ള വെറൈറ്റിയുടെ ട്യൂബറുണ്ട്, പിന്നെ വൈദൂര്യ എന്നിട്ടുള്ള വെറൈറ്റിയുടെ ട്യൂബറും ഉണ്ട്. അപ്പൊ ആവശ്യമുള്ളവര് നമ്മളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. പിന്നെ ഈ കാണുന്ന പ്ലാന്റ് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ്. കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പറ്റുമായിരിക്കും. കുറെ ബട്ടർഫ്ലൈകൾ വന്ന് ഇരിക്കണ ഒരു പ്ലാന്റ് ആണ്. ഞാൻ നട്ടിട്ട് അതിൽ നിന്നും അധികം വന്നിട്ടൊന്നുമില്ല, കുറച്ച് മാത്രം വന്നിട്ടുണ്ടായുള്ളൂ. ഈ പ്ലാന്റ് കിട്ടിയത് എൻ്റെ ഒരു ഫ്രണ്ട് ഭരതശ്യാം എന്നിട്ട് നമ്മളൊരു കൂട്ടുകാരുണ്ട്. അപ്പം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പൊ അവന്റെ വീട്ടിൽ പോയപ്പോ അവന്റെ വീടിന്റെ അവിടെ നിന്ന് കിട്ടിയതാണ്. ഒരു പ്ലാന്റ് ആയിട്ട് കിട്ടിയാണ്. ഞാനത് വീട്ടിൽ കൊണ്ട് നട്ടു. പക്ഷെ എൻ്റെ ഭാഗ്യവശാൽ അത് നശിച്ചുപോയി. പക്ഷെ അതിൽ നിന്നും 2-3 വിത്ത് എനിക്ക് കിട്ടി. അപ്പൊ ഞാൻ ആ വിത്ത് മുളപ്പിച്ച് അങ്ങനെ അവിടെ നിന്ന് ഈ പ്ലാന്റ് രക്ഷപ്പെട്ട് എനിക്ക് കിട്ടി. ആ പ്ലാന്റ് എടുത്ത് തന്നെ കാണിച്ചത്. പിന്നീട് നീലത്താമരയുടെ രാജകുമാരി എന്ന് പറയുന്ന ബ്ലൂസ് വെറൈറ്റി ഉണ്ട്. എന്നും ഫ്ലവർ ഉണ്ടാവണ നല്ല സൂപ്പർ വെറൈറ്റി ഉണ്ട്. നീല കളർ താമര വീട്ടിൽ വെക്കണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും വാങ്ങിച്ചേക്കാൻ വെറൈറ്റി ഉണ്ട്. നന്നായിട്ട് ഫ്ലവർ ചെയ്യും. നമ്മളൊരു കാരണവശാലും ഒരു മടുപ്പിക്കലില്ലാണ്ട് നല്ല സൂപ്പറായിട്ടുള്ള നല്ല ബ്ലൂ കളറിൽ വിരിഞ്ഞിരിക്കുന്ന ഫ്ലവറുള്ള വെറൈറ്റി ആണ്. പിന്നെ നമ്മളെ മിറാക്കിൾ ഫ്രൂട്ട്, ഇത് നിങ്ങൾക്ക് അറിയാലോ. വെച്ചാല് ഫ്രൂട്ട് പ്ലാന്റിൽ നമ്മുടെ ഒരു ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ലൊരു പുളിപ്പും ചെറിയ മധുരമാണ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് എങ്ങാണ്ട് നമ്മ അതിനുശേഷം എന്ത് പുളിപ്പുള്ള കഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല മധുരമായിട്ടുള്ളൂ. അപ്പൊ ആ വെറൈറ്റിയാണ് ഞാനിപ്പോ തന്നെ അനുസരിച്ചത്. എൻ്റെ ചേട്ടൻ കുറെ ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ താമര തോട്ടത്തിന്റെ അവിടെ ഫുള്ള് മറ്റേ പുല്ലൊക്കെ നിറഞ്ഞ് ആകെ അലമ്പായിട്ട് ചേട്ടൻ വന്ന് ഫുള്ള് വെട്ടി വൃത്തിയാക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അടുത്ത് കാണിച്ചു തരുന്നത് നമ്മളൊരു
യെല്ലോ ലീഫുള്ള ഇപ്പൊ നല്ല ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന വെറൈറ്റി ആണ്. അത് കഴിഞ്ഞ് നമ്മൾ താമരയുടെ ലോകത്തേക്ക് വീണ്ടും വരുന്നുണ്ട്. നമ്മളെ മുകളിലേക്ക് ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ വെച്ചേക്കുന്നത് നമ്മളെ വാർക്കയുടെ മുകളിലാണ് വെച്ചേക്കുന്നത്. നമുക്കവിടെ സ്ഥല പരിമിതികൾ ഉള്ളത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് വെച്ചേക്കുന്നത്. ഇപ്പൊ കാണിച്ചത് നല്ലൊരു റെഡ് വെറൈറ്റി ആണ്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ താമരകളെല്ലാം ഫ്ലവറൊക്കെ കുറച്ച് കുറവാണ്. അതായത് നമ്മളെ വൈറ്റ് പിയോണിയുടെ പൂട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പുറത്തിരിക്കുന്നത് നമ്മളെ ഗോൾഡൻ സൺസെറ്റിന്റെ പ്ലാന്റ് ആണ്. അതിൽ നല്ല അത്യാവശ്യം നന്നായിട്ട് ഫ്ലവർ ആയിട്ടുണ്ട്. ഇത് ഗോൾഡൻ സൺഷൈൻ എന്നിട്ടുള്ള നല്ലൊരു ആമ്പൽ വെറൈറ്റി ആണ്. നന്നായിട്ട് ഫ്ലവർ ചെയ്യണ നല്ലൊരു പിങ്കും ലൈറ്റ് റോസും കൂടി ചേർന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ്. ഇതിൽ അത്യാവശ്യം ഈ പ്ലാന്റുകളൊക്കെ അത്യാവശ്യം കൊടുക്കാനുള്ള പ്ലാന്റുകളുണ്ട്. അപ്പൊ നമ്മ ബഡുള്ള പ്ലാന്റുകളാണ് മിക്കതും കൊടുക്കുന്നത്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ നമ്പർ ഇതിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതിൽ കോണ്ടാക്ട് ചെയ്യാം. നമ്മ അഴക്കേണ്ടത് DTDC വഴി അഴക്കുന്നുണ്ട്, സ്പീഡ് പോസ്റ്റ് വഴി അഴക്കുന്നുണ്ട്. കൊറിയർ ചാർജ് നമ്മൾ ഇവിടെ 1 kgക്ക് 80 രൂപയാണ് നമ്മൾ ഇവിടെ കൊറിയർ ചാർജ് വാങ്ങിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഓർഡർ തരുമ്പോൾ തന്നെ നമ്മൾ പേയ്മെന്റ് ചെയ്തിടാം. പേയ്മെന്റ് ചെയ്ത് സ്ക്രീൻഷോട്ട് നമ്മളെ ഫോണിലേക്ക് വിട്ടുതരാം. അപ്പൊ അതിനുശേഷം പിറ്റേ ദിവസം നമ്മൾ എന്തായാലും ഇത് പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അയക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് നിങ്ങളുടെ വീടിനടുത്തുള്ള കറക്റ്റ് പിൻകോഡ് നമുക്ക് വിട്ടുതരാം. എന്നുവെച്ചാൽ ഈ ചില ആൾക്കാർ നമ്മൾ പിൻ നമ്പർ വിട്ടുതരുമ്പോൾ വേറെ അവരെ വീടിന്റെ അവിടെ നിന്ന് കുറച്ചും കൂടി കുറെ അകലെ പോയിട്ടൊക്കെ കൊറിയർ എടുക്കേണ്ട സ്ഥലത്തെ പിൻകോഡൊക്കെ തരും അറിയാണ്ട്. അപ്പൊ അങ്ങനെ നോക്കാണ്ട് നിങ്ങളെ ഭാഗത്ത് വീടിനടുത്ത് ആയിട്ട് തന്നെ എവിടെയാണ് നിങ്ങൾക്ക് പോയിട്ട് എടുക്കാൻ പറ്റണത് അവിടുത്തെ പിൻ നമ്പർ തരാം. അപ്പൊ നമ്മ DTDC എല്ലായിടവും കൊണ്ടു കൊടുക്കാറില്ല, നമ്മൾ മിക്കതും പോയി വാങ്ങിക്കാറാണ് പതിവ്. ഇത് നമ്മളെ പച്ചസുന്ദരി, ഇത് നമ്മളെ ഗ്രീൻ ആപ്പിൾ എന്നിട്ടുള്ള വെറൈറ്റി. ഇതിന്റെ ഇതേവരെ എനിക്കൊരു വേറെ പ്ലാന്റിൽ നടാനുള്ള പ്ലാന്റും കിട്ടിയിട്ടില്ല. ഇതിന്ന് ഈ പ്ലാന്റ് പൊളിച്ച് വേറെ ഇതിലേക്ക് നടാനും പറ്റിയിട്ടില്ല. ഇത് ഞാൻ ഇന്ന് വാങ്ങിച്ചോ അന്ന് തുടങ്ങി ഇതിലെപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ബഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് എനിക്ക് ആവണ ഇതിൽ കുറച്ച് വളം ചെയ്യുന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതില്. എന്തായാലും നമ്മളെ നിരാശപ്പെടുത്താണ്ട് എപ്പോഴും നന്നായിട്ട് ഫ്ലവർ നല്ല വെറൈറ്റി. അപ്പൊ എല്ലാവരും വാങ്ങിച്ചു വെക്കുക. പരമാവധി ഗ്രീൻ ആപ്പിളിന്റെ ട്യൂബറൊക്കെ കാണുമ്പോ തന്നെ എന്റെ തന്നെയല്ല ആരെന്നാലും നമ്മ വാങ്ങിച്ചു വെക്കുക. താമര വളർത്താൻ വേണ്ടി ഒരുപാട് പേർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാറുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല കേട്ടാ. എന്നുവെച്ചാല് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏതൊരു പ്ലാന്റ് വെച്ച് വളർത്താനേക്കാളും സിമ്പിളായിട്ട് എല്ലാവർക്കും വാങ്ങിച്ച് നടാൻ പറ്റുന്ന ഒരു പ്ലാന്റുകളാണ് ഈ താമര എന്നുള്ളത്. ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ഈ റോസ്, ഓർക്കിഡ് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യണതും വെയിൽ കൂടിയാലൊക്കെ അതൊരു പ്രശ്നമാണ്. പക്ഷെ ഇത് സിമ്പിളായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. താങ്ക് യു.